അർച്ചകറി ഒന്നുമില്ല തിയേറ്ററിലേക്ക് വരില്ല എല്ലാരും. അർച്ചകറി DNA എന്തെങ്കിലും ഒന്ന് പറ. DNA ഓക്കെ. ഞാൻ വേണമെങ്കിൽ അവിടെ നിൽക്കാം, കള്ളും കപ്പയും കൊഞ്ചും മീനൊക്കെ ആയിട്ട്. ഓക്കെ, ഇന്റർവ്യൂ ഒന്ന് കഴിച്ചോണം. അപ്പം എല്ലാവരും വരിക, സപ്പോർട്ടേഴ്സ്. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. ഇനി നിങ്ങൾ പ്രേക്ഷകരാണ് അല്ലേ കണ്ട് നല്ല അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾ നോട് പടത്തെപ്പറ്റി ഞങ്ങൾ തന്നെ എങ്ങനെയാണ് ഭയങ്കരമാണ്, ഗംഭീരമാണ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കണ്ടു, ഒരുപാട് ഇഷ്ടം, ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ പടത്തിനെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷം. അതെ, ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്തു. ഇനി ബാക്കി പ്രേക്ഷകരാണ് പറയേണ്ടത്. ഞങ്ങൾ ചെയ്യാൻ തന്നെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പടം കണ്ട് ഇറങ്ങിയവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം നമ്മൾ തന്നെ അതല്ലേ പറഞ്ഞത്, ഞാൻ തന്നെ എങ്ങനെ പറയണം, ഞങ്ങൾ തന്നെ എങ്ങനെ പറയണം. അത് കണ്ടവരോട് നിങ്ങൾ ചോദിക്കുക, അവരോട് ചോദിച്ചിട്ട് അവരോട് അഭിപ്രായം ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നത്. ഉറപ്പായിട്ട് ഇപ്പം ഞങ്ങൾ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. കഴിഞ്ഞപ്പം കരച്ചിലായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞ് ഹി വാസ് ക്രൈയിങ് ഓൾമോസ്റ്റ്. ഇവിടെ വന്നപ്പോൾ കണ്ണു അടച്ചിട്ട് ഇറങ്ങിയതാ. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു വില്ലൻ വേഷം ചെയ്തിട്ട് ഞാൻ കരയണത്. സത്യം, വില്ലൻ ചെയ്തിട്ട് കരയുന്നത് ആദ്യമായിട്ടാ. എനിക്ക് എന്റെ കൂട്ടുകാരൻ റിയാസ് ഭായിയൊക്കെ കൊല്ലു നേടുമ്പോൾ ഞാൻ കരഞ്ഞു. പറയില്ല, സസ്പെൻസ് പൊളിച്ചാ. ഞങ്ങളെല്ലാരും പ്രശ്നം കഴിഞ്ഞില്ലേ? എന്താണ്? അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും പടം കാണാൻ ഞങ്ങൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. DNA തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഷോ, ആദ്യത്തെ ഷോ കണ്ട് ഇറങ്ങി. നിങ്ങളെല്ലാവരും കണ്ടതാണ് അല്ലേ? നിങ്ങളും കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പടത്തെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം എന്ത് എഴുതണം, എന്ത് പറയണം, പറയണോ പറഞ്ഞോ. അപ്പോൾ ബാബു സാറൊക്കെ ഇതിൽ അടിപൊളി സംഭവം ചെയ്തു വെച്ചാൽ അതൊന്നും റിയാസൊക്കെ വേറെ ലെവൽ അടിച്ച് കയറിക്കൊണ്ട്. അവരൊക്കെ ബാബു സാറൊക്കെ പറയണം, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് ഡയറക്ടർ ഈ പടം മേക്ക് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ KV അബ്ദുൽ നാസർ സാർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റാണ് അവരെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക. ഒരുപാട് സന്തോഷം. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ടി സുരേഷ് ബാബു സാറിൻ്റെ പടമായതുകൊണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. സോ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുക. നല്ലൊരു ത്രില്ലർ മൂവിയാണിത്. കാരണം കണ്ട് ഇറങ്ങിയ പ്രേക്ഷകരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും എൻജോയ് ചെയ്ത് തന്നെയാണ് സിനിമ കാണുന്നത്. ഒരുപാട് സന്തോഷം. ശരി. ഒരുപാട് കയ്യടികളും അതുപോലെ തന്നെ പടം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കയ്യടി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അത് നല്ലൊരു സൈനാണ്. കാരണം ജനങ്ങൾ കൈയടിക്കുക എന്നുള്ള ജനങ്ങളുടെ ഒരു റെസ്പോൺസാണല്ലോ നമ്മൾ പടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു, അവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടം നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല റെസ്പോൺസായിരുന്നു. പിന്നെ സുരേഷ് ബാബു സാറുമായിട്ട് ഞാൻ കുറച്ച് നാൾ ശേഷമാണ് ഒരു പടം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പടം പ്രൊജക്റ്റ് വന്നു. അപ്പോൾ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് ചെയ്യുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. പിന്നെ പുതിയ കുറേ പ്രൊജക്റ്റുകൾ ഞങ്ങളും സുരേഷ് ബാബുമായിട്ട് പ്ലാൻ ചെയ്തു. ഞാൻ പോലീസ് വേഷം വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. നന്നായിരുന്നു. നമ്മൾ ബ്ലാക്കിൽ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ 2-3 സിനിമകളെ പോലീസ് വേഷം ചെയ്തിട്ടുള്ളൂ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ജാതി ജാതകം, ഞാനും വിനീത് ശ്രീനിവാസനൊക്കെ കൂടി ഒരു വേറൊരു ജോണറിലുള്ള സിനിമയാണ്. അത് ഓഗസ്റ്റ് റിലീസ് ചെയ്യും. പിന്നെ ഒരു കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ് സുനിലുമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ചന്ത ചെയ്ത് സുനിലുമായിട്ട് ഒരു പടം വരുന്നുണ്ട്. പിന്നെ സുരേഷ് ബാബുവായിട്ട് അടുത്ത കുറേ പ്രൊജക്റ്റുകളുണ്ട്. സത്യരാജുമായിട്ടൊരു പ്രൊജക്റ്റുണ്ട്. കൂഴിവാസലിനെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾക്ക് എപ്പോഴും അത് ഏറ്റവും വലുതായിരിക്കും. വി ലവ് ദ മൂവി. പ്രേക്ഷകർ സ്വീകരിക്കുമോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. വാച്ച് ഇറ്റ്. ഇറ്റ്സ് എന്റർടൈനർ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ കേൾക്കേണ്ടത്. എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു. അതാ പറഞ്ഞത്, നല്ല അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടായിരുന്നു.
സോ ഇറ്റ് വാസ് ഗുഡ് തിങ്. എല്ലാവരും എന്താ പറയുക, അഷ്കർ ഓരോ സീൻസ് വരുമ്പം എല്ലാവരും കൈ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൈ അടിക്കുന്നു, ഇമോഷണൽ സീൻ വരുമ്പോൾ കരയുന്നു. സോ വാച്ച് ഇറ്റ് ആൻഡ് നിങ്ങൾ എന്തായാലും എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റർടൈനർ ആയിരിക്കും. 2-2.5 മണിക്കൂർ നിങ്ങൾക്ക് പക്ക എൻ്റർടൈൻഡ് ആയിട്ടിരിക്കാം. സോ ദാറ്റ് ഈസ് ദി ബെസ്റ്റ് തിങ്. വർക്കൗട്ട് ആയിട്ട് ഞങ്ങൾക്ക് വർക്കൗട്ട് ഉണ്ടോ? ഇനി പ്രേക്ഷകർക്ക് വർക്കൗട്ട് ആണെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഇറങ്ങി വന്നു, അഭിപ്രായങ്ങൾ നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾ ആ കണ്ടന്റ് മൂഡിൽ ഹാങ് ഓവർ വന്ന് നിൽക്കുക. അപ്പം ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ മേ ബി ഒരു ഷോയും കൂടെ കഴിയുമ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും, അന്നേരം അറിയാം. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അത്രേ ഉള്ളൂ. താങ്ക് യു, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതിനും താങ്ക് യു സോ മച്ച്. സന്തോഷം ഉണ്ട്. അതിന് ഞാൻ തന്നെ എങ്ങനെ പറയും, ഇപ്പോൾ പടം കണ്ടിറങ്ങിയ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പടം കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാവരും ചിത്രം കാണുക. ടി സുരേഷ് ബാബു സാറിനെ പോലെ ഒരു വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ എനിക്ക് ഒരു നല്ലൊരു വേഷം ചെയ്യാൻ പറ്റും. നായകൻ എന്ന് പറയാനില്ല, നല്ലൊരു വേഷം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണെന്ന് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനു മുമ്പ് മമ്മൂട്ടി ലുക്ക് എന്നറിയപ്പെട്ടിരുന്ന അഷ്കറിന് ഇപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ അഷ്കർ നല്ല പെർഫോമൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അഭിപ്രായത്തെ എങ്ങനെയാണ്? അത് പറയാം, നമ്മൾ ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ കാര്യം. അപ്പോൾ നമ്മൾ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എഫേർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ആണെങ്കിലും പല കാര്യങ്ങളുണ്ട്. നമുക്ക് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അറിയാം അതിൻ്റെ എന്താ സംഭവം. ഓക്കെ, ആക്ഷൻ കിങ് ബാബു അനിൽ സാർ അടക്കമുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എങ്ങനെ കാണുന്നു ഈ ഒരു അവസരത്തിൽ? തുടക്കക്കാരെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചെറിയ ആൽബംസ്, സീരിയൽസ്, ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് അഭിനയിച്ചാണ് ഇപ്പോൾ ഒരു വലിയൊരു പടം ചെയ്യാൻ പറ്റിയത്. കാരണം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടി ഇത്ര വലിയൊരു പടം ചെയ്യാൻ പറ്റിയത് KV അബ്ദുൽ നാസർ സാറാണ്, ബെൻസി പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അവർ അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു പെർഫോം ചെയ്യാൻ പറ്റിയൊരു പടം കിട്ടില്ലായിരുന്നു. ഇത്രയും വലിയൊരു ഡയറക്ടർ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും ചിത്രം കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ബോറടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്നും വരത്തില്ല. കാരണം ഇത്രയും വലിയ ഡയറക്ടറുടെ ഇത്രയും വലിയ ടീമിൻ്റെ പടമാണ്. നല്ലൊരു ചിത്രമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ. വളരെ ഹാപ്പിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ബിക്കോസ് കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മൾ 90 days ഷൂട്ട് ചെയ്ത ഒരു പടമാണ്. സോ വെരി ഹാപ്പി. തിയേറ്റർ റെസ്പോൺസ് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ പടം ആൾക്കാർ വന്ന് തിയേറ്ററിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ക്രൈം ത്രില്ലറാണ്. നമ്മുടെ മലയാളത്തിൽ കുറേ ക്രൈം ത്രില്ലേഴ്സ് വന്നിട്ടുണ്ട്. എന്നാലും സ്റ്റിൽ ഒരു ഡയറക്ടേഴ്സ് മാജിക് ഈ പടത്തിലുണ്ട്. സുരേഷ് ബാബു സാറിന് പോലത്തെ ഒരു ലെജൻഡറി ഡയറക്ടറുടെ ഒരു ടച്ച് ഈ പടത്തിലുണ്ട്. ത്രൂ ഔട്ട് എഡ്ജ് ഓഫ് ദ സീറ്റ് നമ്മളെ ഇരുത്തി ആരാ എന്താന്നുള്ളത്, ഈവൻ ദോ ഞാനൊക്കെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കഥ അറിയാമെങ്കിലും പോലും ഐ വാസ് ഏബിൾ ടു സിറ്റ് ആൻഡ് വെയിറ്റ് ആരാ എന്താന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. സോ ഓഡിയൻസ് ഒന്ന് തിയേറ്ററിൽ തന്നെ കാണുക. യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. താങ്ക് യു. കണ്ടാലേ വിഷ്വൽ ട്രീറ്റ് സൗണ്ട് എഫക്ട് മനസ്സിലാവുള്ളൂ. തിയേറ്ററിൽ വരണം. പടവും ഗംഭീര പടമാണ്. ട്രൈ ചെയ്തു. നല്ല ഹീറോ, പുതിയൊരു താരം. ഒരു സംശയമില്ല. ഉറപ്പിച്ചു. ഈ ചേട്ടനാ പറയുന്നത്. ഹലോ ഈ ചേട്ടനും പറയുന്നു. രണ്ട് ചേട്ടന്മാരും പറയാനുണ്ട്. കാരണം ഒരുപാട് സപ്പോർട്ട് ഞാൻ പുതിയൊരാളെന്നുള്ള രീതിയിൽ അല്ല, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ഈ പടത്തിൽ. അങ്ങനെ ഒരാളൊറ്റയ്ക്ക് വിടാൻ പറ്റില്ല. രണ്ടുപേരും കലക്കി പടത്തിൽ. സർ, എങ്ങനെ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ ത്രില്ലർ സിനിമ കാണുന്നത് തന്നെ ഓൾറെഡി ഒരു ജഡ്ജ്മെൻ്റലായിട്ടാണ്. കാരണം ആളിന് ഓക്കെ എന്താണ് ഞങ്ങൾ ട്വിസ്റ്റൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു ഭാവത്തിലേക്കാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകർ ഈ സിനിമ കാണുമ്പോൾ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകളൊക്കെ ഉള്ള രീതിയിലാണോ അതോ അൺപ്രഡിക്റ്റബിൾ ആണെന്നാണോ തോന്നുന്നത് പടം? കംപ്ലീറ്റ് T.S. സുരേഷ് ബാബു ഫിലിം, കംപ്ലീറ്റ് ഡയറക്ടർ ഫിലിം. ഓക്കെ, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. That's all. Come and watch and enjoy. ഇപ്പോൾ നിങ്ങൾ പുതുമുഖ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ജനറേഷനിലുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു? വ്യത്യാസം എങ്ങനെ തോന്നുന്നു? സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എങ്ങനെ തോന്നുന്നത്? ഇപ്പോൾ മാം ആണെങ്കിലും ജിത്തു ജോസ് സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു വ്യത്യാസം അങ്ങനെ തോന്നുന്നില്ല. ബിക്കോസ് നമ്മുടെ പ്രിയൻ സാറാണെങ്കിലും സാറാണെങ്കിലും ഒക്കെ നമ്മൾ ഡിജിറ്റൽ അവർ യൂസ് ചെയ്യുന്നത്. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന കട്ടൊക്കെ അവർ തലയിലാണ് പോകുന്നത്. ദർ ഇസ് നോ സ്പോട്ട് എഡിറ്റിംഗ് ഒന്നും അവരുടെ ആവശ്യമില്ല. സോ ദാറ്റ് ഷോസ് ഹൗ മച്ച് എഫിഷ്യൻറ്റ് ദേ ആർ. എത്രമാത്രം എന്താ പറയുക, ഈ ഫീൽഡിൽ എത്രമാത്രം അവരുടെ ആ ഒരു കഴിവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ദർ ഇസ് വൺ തിങ്. ബട്ട് കീപ്പിംഗ് ദാറ്റ് എ സൈഡ്, എല്ലാ സിനിമയ്ക്കും അതിൻ്റെ പ്രത്യേകതയുണ്ട്. ആൻഡ് എവറി ഡയറക്ടർ ഹാസ് ദെയർ ഓൺ യുണീക് സ്റ്റൈൽ. സോ അത് അവർ കൊണ്ടുവരുന്നു. യങ്സ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സോ പഴയ ഡയറക്ടേഴ്സിനില്ല. എവറി വൺ ഹാസ് ദെയർ ഓൺ യുണീക്നെസ്. സോ T.S. sir has a uniqueness ഈ മൂവിയിൽ. അത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട് ദാറ്റ്. റിയാസക്ക, ഈ പടം കാണാൻ പ്രേക്ഷകർ എന്തുകൊണ്ട് അടിച്ചു കയറി വരണം എന്നാണ് പറയുന്നത്? എന്തുകൊണ്ട് വരണം? ഒന്നാമത് ത്രില്ലർ,
ഓക്കെ എനിക്ക് കണ്ടപ്പോൾ ഗജിനീൻ്റെ ക്ലൈമാക്സ് ഫീലാണ് കിട്ടിയത് എനിക്ക്. വാ വാ ഓക്കെ ആ ഇമോഷൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കിയൊക്കെ എന്താണെന്ന്. ഓ യെസ് അതെ ഓക്കെ ആ ഇമോഷൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പപ്പൻ എവിടെ പപ്പനോടെ പപ്പൻ പൊളിച്ച് പടത്തിൽ പൊളിച്ച് ഇനി പല സ്റ്റേറ്റിലായിരിക്കും പപ്പൻ. രതീഷ് സാർ നമുക്ക് പല സ്റ്റേറ്റിലായിരിക്കും പപ്പൻ. തെലുങ്ക് തമിഴിലൊക്കെ ആയിരിക്കും പപ്പൻ. ഓക്കെ അത് പറയുന്നത് എല്ലാ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്ന നടനാണ്. ആ ഉണ്ട് അത്രയുണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് പിന്നെ അത്ര സ്റ്റാൻഡ് ഉണ്ട്. ഉണ്ട് കലക്കാൻ പ്രേക്ഷകർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അടിച്ച് കയറി വന്നാൽ മതി. അടിച്ച് കയറി വന്നോണം ഇനി തിയേറ്റർ ഹൗസ്ഫുൾ ആയിക്കോണം. ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മാം ഇൻട്രൊഡ്യൂസ് ആവുന്നതും സാറിൻ്റെ പടത്തിലൂടെയാണ്. ഹീറോയിനായിട്ട് സോ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അറൗണ്ട് 2010-ലായിരുന്നു ആ സിനിമ റിലീസായിട്ട്. എഗെയിൻ ഒരു 14 years ബാക്ക് അദ്ദേഹത്തിൻ്റെ പടത്തിൽ ചെയ്യാൻ വേണ്ടി ഭയങ്കര സന്തോഷമുണ്ട്. കോട്ടയം മനുഷ്യനൊക്കെ ചെയ്ത് സൂപ്പർ ഹിറ്റ് അടിച്ച സംവിധായകനാണ് TS സുരേഷ് ബാബു സാറ്. അപ്പോൾ സാറ് 2024 DNA ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സാർ കഴിഞ്ഞ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു 1-2 സിനിമകൾക്ക് ശേഷം ഈ ഒരു സിനിമ ഉപേക്ഷിക്കും, സിനിമ ഫീൽഡ് തന്നെ ഉപേക്ഷിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ സിനിമയിലൂടെ വന്ന നായിക എന്ന നിലയിൽ എന്താണ് ആ അഭിപ്രായത്തെക്കുറിച്ച് പറയാനുള്ളത്? ഇല്ല, അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം ഇപ്പോൾ DNA കണ്ടപ്പോഴാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. സോ സാർ എങ്ങനെ വിചാരിച്ചാലും സിനിമ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ മാറ്റി നിർത്തൂല്ലല്ലോ. ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇവൻ ഞങ്ങളുടെ സിനിമയാണെങ്കിലും അന്ന് സാർ ചെയ്തേക്കുന്നത്. സോ സാർ തീർച്ചയായും ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള അത്രയും ഹിറ്റ് സിനിമകൾ ചെയ്ത സംവിധായകൻ തന്നെ. വേറെ DNA എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്. കാരണം അതൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ്. അതിൻ്റെ എല്ലാ മൂഡിലും ഈ സിനിമ തിയേറ്ററിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. DNA സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും ഏത് രീതിയിലാണ് കഥ സഞ്ചരിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ പോലും സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധായകൻ അത് മനഃപൂർവ്വം ചെയ്തതാണോ? അതെ അതെ, അത് ഈ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഓക്കെ ഇപ്പോൾ കുറച്ച് സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. ആ സസ്പെൻസ് എലമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആർട്ടിസ്റ്റുകളിൽ നിന്നും അത് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൽ നമുക്ക് റിലീവ് ആകുന്നുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ DNA സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഉദയനാടതാര സിനിമയിൽ ശ്രീനിവാസൻ ലാസ്റ്റ് ഇരുന്ന് കാണുന്ന പോലത്തെ ഒരു പ്രതീതിയാണോ കിട്ടിയത്? കാരണം എന്താണ് അടുത്തതെന്ന് അറിയില്ലല്ലോ, അങ്ങനെയാണോ? അത് ഈ പറഞ്ഞ പോലെ ഞാൻ എല്ലാ സിനിമകളും ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ പ്രിവ്യൂ കാണാറില്ല. ഇത് ഞാൻ ഈ മോണിറ്റർ നോക്കി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും അല്ല. അപ്പോൾ എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെയാണ് സിനിമ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഞാനൊരുത്ത് കാണുന്നത്. അത് ഭയങ്കര രസമുള്ള